നമ്മൾ പരിസരത്തൊക്കെ എന്താണ് പല രൂപത്തിൽ ഇപ്പോൾ റീൽസ് കാണുകയാണെങ്കിലും ബോർഡുകൾ കാണുകയാണെങ്കിലും ഒക്കെ എന്താണ് വെയിറ്റ് എങ്ങനെ കുറക്കാം എന്നുള്ള വ്യാപകമായിട്ടുള്ള പരസ്യങ്ങളുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ അറിയാതെ ഒരു 30% ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നമാണ് കൃത്യമായ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ തടി വെക്കണം എന്നുള്ള ആഗ്രഹം. നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഫ്രണ്ട് സർക്കിൾ ആയാലും ഇതിപ്പോൾ ഫാമിലിയിലെ മെമ്പേഴ്സ് ആയാലും അവരോട് ചോദിച്ചാൽ അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആ ഡോക്ടർ എല്ലാവരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാണ്, എല്ലാവരും പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, കാരണം എന്ത് കഴിച്ചിട്ട് പോലും എനിക്കൊരു മാറ്റമില്ല. ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയണത് കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഐഡിയലായിട്ട് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ചില പേഷ്യൻസ് വരാറുണ്ട്, പിന്നെ മകളെയും കൊണ്ടാണ് പാരൻസ് വരെ. ഡോക്ടർക്ക് തീരെ തടിയില്ല, നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അവൾ കുട്ടി തന്നെ അങ്ങോട്ട് പറയും, ഡോക്ടർ അമ്മക്ക് വെറുതെ പറയാണ്, കാരണം എന്താണ് ഇപ്പോഴത്തെ ഹെൽത്ത് അനുസരിച്ചിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള BMI ഉണ്ട്. BMI എന്താന്ന് പോലും പാരൻസിന് അറിയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കൃത്യമായിട്ടും അവർക്ക് ഹെൽത്ത് അവയർനെസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞത്, കാരണം എന്താണ് തീരെ വെയിറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ വെയിറ്റ് ലോസ് വരുന്നത്, അല്ലെങ്കിൽ തടി വെക്കാത്തൊരവസ്ഥ വരുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മോഹ്സിൻ. ആദ്യം നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കുട്ടികളുടെ തടി വെക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഫമുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ കഫമുള്ള കുട്ടികളെ അവർ കൊണ്ടുവരുമ്പോൾ തന്നെ പാരൻസ് പറയാറുണ്ട്, ഡോക്ടറെ കുട്ടികൾ തീരെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ അവരോട് പറയും ഇപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലിയർ ആയാൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യും, നോർമൽ ഡൈജസ്റ്റീവ് ഫുഡ് കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ അവർ ഹാപ്പി ആവും. അപ്പോൾ അതുപോലെ കഫത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഫത്തിൻ്റെ ബുദ്ധിമുട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. കഫത്തിൻ്റെ ടെമ്പററി റിലീസിന് പകരം പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. താൽക്കാലിക പരിഹാരത്തിന് പകരം എന്തുകൊണ്ടാണ് വരുന്നത്, ചില കുട്ടികൾക്ക് സമയം തെറ്റി കുളിപ്പിക്കുമ്പോൾ വരാറുണ്ട്, അല്ലെ ഉറക്കത്തിൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്ത് ഫാനിൻ്റെ നേരെ ചോട്ടിലാവാം, ലേസിയുടെ നേരെ വിൻഡോയുടെ താഴെല്ലാം. അപ്പോൾ ഈ രൂപത്തിൽ കാരണം മനസ്സിലാക്കിക്കൊണ്ടത് കൃത്യമായിട്ട് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ എളുപ്പം തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും കഫത്തിൻ്റെ ബുദ്ധിമുട്ട്. അത് ക്ലിയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് വയറിൻ്റെ പ്രശ്നം മാറുകയും ബോഡി വെയിറ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വിരയുടെ ബുദ്ധിമുട്ട്. കുട്ടികളിലാണ് അത് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കാരണം അത് നമുക്കിപ്പോൾ രാത്രി 1 മണിക്കോ 2 മണിക്ക് എഴുന്നേറ്റ് കുട്ടിയുടെ മലദ്വാരം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവളെ പരിസരത്ത് തന്നെ മൂപ്പര് കാണുന്നുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതും വേംസിനെയും ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജങ്ക് ഫുഡ് അല്ലെ ബേക്കറി ഐറ്റംസിനോടുള്ള അമിതമായിട്ടുള്ള കുട്ടികൾക്ക് ഒരു അഡിക്റ്റ് മോഡലാക്കി മാറ്റുക എന്നുള്ളത്, അതെന്തെങ്കിലും നോർമൽ ഡൈജസ്റ്റിനെ അത് ബാധിക്കുകയും അത് വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ 3 കാരണങ്ങളാണ് കുട്ടികൾ തടി വെക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കഫത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മെഡിസിൻ കൊടുത്തത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ വേംസിൻ്റെ ആണ് അത് കൊടുക്കാം. മൂന്നാമത്തെ കാര്യം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്നുള്ളത് പിന്നെ തേൻനെല്ലിക്കയാണ്. ഇനി നേരെ സ്ത്രീകളിലേക്ക് പോവാം. സ്ത്രീകൾ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ വെയിറ്റ് വെക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റ് ഡിസ്ചാർജ് ആണ്. കാരണം വൈറ്റ് ഡിസ്ചാർജ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ. കാരണം ശരീരത്തിൽ ഇപ്പോൾ ബോഡി ചൂടായിരിക്കും. മിക്കവാറും നമുക്കൊക്കെ കൃത്യമായ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം നിങ്ങൾ ചോദിച്ചാൽ മതി 11 മണിക്ക് ശേഷമായിരിക്കും. രാവിലെ 5 മണിക്ക് ഓണായ മെഷീന് ഫ്യൂവൽ അടിക്കുന്നത് 11 മണിക്കായിരിക്കും. കാരണം നമുക്കൊക്കെ ഭക്ഷണം തന്ന് അവരും പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് ഒരു 11 മണിക്കാണ് അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഈ രൂപത്തിൽ 5-6 മണിക്കൂർ ഫാസ്റ്റിങ്ങിലേക്ക് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും, ഭക്ഷണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്നത് ആസിഡാണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. ഇപ്പോൾ പൊറോട്ട കഴിക്കഴിഞ്ഞാൽ പൊറോട്ട എത്ര ഇതുണ്ട്, ബീഫ് എത്ര കട്ടിയുണ്ട്, നമ്മളിപ്പോൾ സ്കിന്നായിട്ട് കമ്പയർ ചെയ്തൊക്കെ അത്രയും സോഫ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ വീണ്ടും സോഫ്റ്റ് ആവും. ഈ സാധനം ദഹിപ്പിക്കാതെ നിർത്തുന്നത് ഒരു എക്സ്റ്റേണൽ ലെയറിങ് ആണ്. ഒരു പാളി പോലുള്ള സാധനം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ആസിഡും സ്കിന്നിൻ്റെ കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഇറഗുലർ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ എന്താവും, ഈ സാധനങ്ങൾ ഈ പറഞ്ഞ ലെയറിങ്ങിനെ അപകടം വരുത്താൻ തുടങ്ങും, ചെറിയ ചെറിയ ഹോൾസ് വരുത്തും. അപ്പോൾ അത് സിവിയർ ആയിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് വയറിൻ്റെ ബോഡിൻ്റെ മുകളിലുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുളിച്ചിട്ട് വരും, അതിൻ്റെ റിഫ്ലക്ഷൻ വരും, ഡൈജസ്റ്റിന് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ അച്ചാർ നന്നായിട്ട് കഴിച്ചിരുന്നല്ലേ, എരിവുള്ള
ടേസ്റ്റുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ഇപ്പോൾ എരിവ് കാണുമ്പോൾ പേടിയാണ്. കാരണം എന്താണ്, വയറ് അത്രയും കോംപ്ലിക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ക്രമീകരിക്കുന്നില്ലെങ്കിൽ, ഈ ഒരു പ്രശ്നം ബുദ്ധിമുട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ, വൈറ്റ് ഡിസ്ചാർജ് മാറ്റിയിട്ടില്ല എന്ത് ചെയ്യും, ബോഡി പതിയെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. വൈറ്റ് ഡിസ്ചാർജിൻ്റെ ബുദ്ധിമുട്ട് വെയിറ്റ് കുറയൽ മാത്രമല്ല, അവരുടെ ഓൾ ഓവർ എല്ലാ ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. തുടർച്ചയായിട്ട് പനികൾ വരും, അല്ലെ രാത്രി എപ്പോഴും പനികളുടെ ഒരു ഫീലിംഗ് ആയിരിക്കും, ഏത് സമയത്തും ടയർഡ്നെസ് ആയിരിക്കും, മക്കളോടൊക്കെ ദേഷ്യമായിരിക്കും, ടെൻഷനായിരിക്കും, ചില കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, നന്നായിട്ട് ദേഷ്യമുള്ള ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടമായിരിക്കും. പേരൻസിനോട് അങ്ങനെ ഫാമിലിയോട് അങ്ങനെ പറയണ്ടായിരുന്നില്ല, അല്ലെ ഹസ്ബൻഡിനോട് അങ്ങനെ പറയണ്ടായിരുന്നില്ല, കുട്ടിയോട് അങ്ങനെ, അപ്പം വളരെ സങ്കടത്തോട് മാറും, മൂഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഇതാണ് ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രശ്നം. അതിന് വൈറ്റ് ഡിസ്ചാർജ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അത് പൂർണ്ണമായിട്ട് വരും. വൈറ്റ് ഡിസ്ചാർജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, വൈറ്റ് ഡിസ്ചാർജിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസ് എന്താണ്, അതിൻ്റെ റൂട്ട് ഓഫ് കോസ് കണ്ടെത്തുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. അത് മാറ്റിയതിന് ശേഷം താഴെ പറയുന്ന ഹോം റെമഡീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പതിയെ നിങ്ങളുടെ ബോഡി വെയിറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ ആൾക്കാർ പുരുഷന്മാരാണ്. പുരുഷന്മാർ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറയുന്ന വെയിറ്റ് വെക്കണില്ല എന്നുള്ള ബുദ്ധിമുട്ടുള്ള പുരുഷന്മാർ അധികം അവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. നമുക്കറിയാം, വയറിൻ്റെ ആരോഗ്യത്തിന് നല്ല ബാക്ടീരിയയുടെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. ഈ അസിഡിക് ആവുമ്പോൾ അല്ലെങ്കിൽ ഈ പുണ്ണു കാര്യങ്ങൾ വരുമ്പോൾ ബാഡ് ബാക്ടീരിയ, ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന, ശരീരത്തിന് ദ്രോഹകരമായ ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്യും. ഇത് പ്രോപ്പറായിട്ടുള്ള ഫുഡ് അബ്സോർപ്ഷൻ നടക്കില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷനും ഡൈജഷനും നടക്കാത്ത ഫുഡ് എന്ത് ചെയ്യും, പാസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും, ഹാർഡായിരിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഡൈജസ്റ്റ് നടക്കാത്ത സ്ട്രെയിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ബാത്റൂം, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മെയിനിലൊക്കെ അവർ അധികം പറയുന്ന പ്രശ്നം, ഡോക്ടർ എപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയും. ടോയ്ലറ്റിൽ പോയി, നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോയി വന്നാൽ എന്തായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും, കംപ്ലീറ്റ് ക്ലിയർ ആയിന്നില്ല. ഇവരങ്ങനെയല്ല, ഇവർ ചായ കുടിച്ച് കഴിഞ്ഞാൽ ബാത്റൂം പോകേണ്ടി വരും, ലഞ്ച് കഴിച്ചാൽ പോകേണ്ടി വരും. ഇപ്പം പുറത്തെന്ത് ആവശ്യത്തിന് അവർ, നമ്മളിപ്പോൾ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ അവർ പോണ സമയത്താണെങ്കിൽ ഈ ചങ്ങായി 3-4 പ്രാവശ്യം ബാത്റൂം പോയി വരും. അല്ലെ, ഓരോ വൈകിട്ട് ഫുഡ് കഴിച്ചാൽ പെട്രോൾ പമ്പ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് പോകേണ്ടി വരും, ഇല്ല ആ ഹോട്ടലിൽ തന്നെ ടോയ്ലറ്റ് പോകേണ്ടി വരും. അപ്പോൾ പ്രോപ്പറായിട്ടല്ലാത്ത മോഷൻ്റെ ഒരു അവസ്ഥ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ പറഞ്ഞ മൂന്ന് വ്യക്തികൾക്ക്, ഇപ്പം പുരുഷന്മാരായാലും സ്ത്രീകളിലായാലും കുട്ടികളിലായാലും നമുക്ക് ഏറ്റവും മാറ്റാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് കാര്യം ഈ പറഞ്ഞ വയറിൻ്റെ ബുദ്ധിമുട്ട് ആദ്യം ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വയറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ആദ്യത്തെ ഒരു 1 വീക്ക് നമുക്ക് തേൻ നെല്ലിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നില്ല. നമുക്ക് അറിയണം, വിശ്വാസയോഗ്യമായ തേൻ ഉപയോഗിച്ച് നെല്ലിക്ക എന്ത് ചെയ്യണം, വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. തേൻ നെല്ലിക്ക ഒന്നല്ല, നെല്ലിക്ക വെച്ചതിന് ശേഷം അത് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം അത് നേരെ തേനിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാം. ഒരു 1 ഡേ കഴിഞ്ഞ ശേഷം വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് ജിഞ്ചറും കൂടി, ചുക്ക്, ജിഞ്ചർ തന്നെയാണ്, പക്ഷെ ജിഞ്ചർ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടുവരും. അതിന് പകരം ഡ്രൈ ജിഞ്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ചും കൂടി നമുക്ക് മാറിക്കിട്ടും. ഇതൊരു 1 വീക്ക് ഉപയോഗിക്കുക, ഡെയിലി ഒരു 3 നേരം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഡൈജസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഒരു ഓൾമോസ്റ്റ് വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, ക്രോണിക് അല്ലാത്ത കേസുകൾ ഒരു 30 to 70% മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ സ്പൈസി ആയിട്ടുള്ള കറികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു 2-3 ഡേയ്സ് തൈര് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ലഞ്ച്. ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ തൈര് ഉപയോഗിക്കുക. ഇതെന്ത് ചെയ്യും, വയറിൻ്റെ നല്ല ബാക്ടീരിയക്കുള്ള ഫുഡാണ് തൈര്. അവരുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും, അവരുടെ മൾട്ടിപ്ലിക്കേഷൻ ഇൻക്രീസ് ചെയ്യും. അതെന്ത് ചെയ്യും, അത് ഡൈജഷനെ ഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യും, ബോഡിയുടെ ചൂട് കുറക്കാനും സഹായിക്കും. മൂന്നാമത് മാതള നാരങ്ങ വെറും വയറ്റ് കഴിക്കുക. ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഡേയ്സിന് ശേഷം പതിയെ എന്ത് ചെയ്യുക, ഫുഡ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് എന്ന ടൈപ്പ് ഫുഡ് മാറും. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേന്ത്രപ്പഴം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശുദ്ധമായ പശു നെയ്യിൽ റോസ്റ്റ് ചെയ്തുകൊണ്ട് 2 നേരം കഴിക്കുക. പിന്നീട് പറ്റുകയാണെങ്കിൽ പാല്, ഈ കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പാലിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം 4 വെച്ച് ജ്യൂസ് അടിക്കുകയും അതോടൊപ്പം പറ്റുകയാണെങ്കിൽ അത്തിപ്പഴവും കഴിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റ്. അത്തിപ്പഴത്തിൻ്റെ കൂടെ ഏഡ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിപ്പഴം ലാക്സേറ്റീവും കൂടിയാണ്, മൈൽഡ് ലാക്സേറ്റീവാണ്. അതായത് മോഷനെ വളരെ സ്മൂത്തായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യും, ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ. അത് നേരത്തെ പറഞ്ഞ ഗ്യാസിൻ്റെയും അസിഡിൻ്റെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്ന ഡൈജഷനെയും അതുപോലെ അത് ബോഡി അബ്സോർബ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, പതിയെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും.
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പതിയെ പതിയെ നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും, നല്ല ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യൽ മാത്രമല്ല ഹെൽത്തി ആയിക്കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. കേവലം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോഡി വെയിറ്റ് മാത്രമല്ല, സ്ത്രീകളുടെ ഇഷ്ടങ്ങൾ വരികയാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അവർ. ആ പ്രയാസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്തും ബോഡി വെയിറ്റും വർദ്ധിപ്പിക്കാൻ പറ്റും. പുരുഷന്മാരാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് ബാത്റൂം പോകുന്ന ബുദ്ധിമുട്ടും കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും. കുട്ടികളിലാണെങ്കിലോ അവരുടെ ഗ്രോത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, കുട്ടികളുടെ ഗ്രോത്ത് സ്റ്റേജാണ്. ചില കുട്ടികൾ രാത്രി കാല് കടച്ചിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. പിന്നെ ചില സൗണ്ടുകൾ ഉറക്കത്തിൽ ഉണ്ടാക്കാറുണ്ട്. കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടും പ്രയാസമാണ്. കാരണം എന്താ, മാൽ ന്യൂട്രീഷൻസ് ആണ്. അപ്പോൾ അതിന് പകരം ഇത് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ കുട്ടികളുടെ ഗ്രോത്ത് സ്റ്റേജിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുകളിൽ വിശദീകരിച്ചതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് സ്ത്രീകളിലായാലും കുട്ടികളിലായാലും പുരുഷന്മാരിലായാലും. അപ്പോൾ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും ശരീരത്തിൽ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാത്തത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ കാരണം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായ കാരണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിനും വേണ്ടി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കാണാം. നന്ദി.